ഈ വർഷത്തെ മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിന് തിരുവാഭരണത്തിനൊപ്പം ശബരിമല ശാസ്താവിന്റെ പിതൃസ്ഥാനീയനായി പോകുവാൻ അവസരം ലഭിച്ച പുണർദം നാൾ നാരായണ വർമ്മയ്ക്കും രാജപ്രതിനിധി സംഘത്തിനൊപ്പം പോകുവാൻ അവസരം ലഭിച്ച എം ജയപ്രകാശ്, സുരേഷ് കുമാർ എന്നിവർക്കും കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഈ വർഷത്തെ ശബരിമല മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിന് തിരുവാഭരണത്തിനൊപ്പം അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായി പോകുവാൻ അവസരം ലഭിച്ച പുണർദം നാൾ നാരായണ വർമ്മയ്ക്കും രാജപ്രതിനിധി സംഘത്തിനൊപ്പം പോകുവാൻ അവസരം ലഭിച്ച എം ജയപ്രകാശ്, സുരേഷ് കുമാർ എന്നിവർക്കും കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. നിരവധി ക്ഷേത്രത്തിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് പുതിയിടം ക്ഷേത്രത്തിൽ സംഘം എത്തിയത്. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ PS ബേബി, അനിരാജ്, പ്രമോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സ്വാമിക്ക് എല്ലാ വർഷവും ഇവിടെ നിന്ന് നമ്മൾ കാൽനടയായിട്ട് പദയാത്രാ സംഘം ശബരിമലയ്ക്ക് പുറപ്പെടുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഗുരുസ്വാമിയായ അശ്വിനി ദേവിനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റുകയില്ല. അദ്ദേഹം പന്തളത്ത് വന്ന് ഭഗവാൻ ഓടിക്കളിച്ച മണ്ണിൽ വന്ന് തിരുവാഭരണ ദർശനം കഴിഞ്ഞാണ് എല്ലാ വർഷവും ശബരിമല പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം നമ്മളെ എന്നും ദുഃഖത്തിലാർത്തും, എങ്കിലും ഭഗവത് പാദങ്ങളിൽ അദ്ദേഹം എത്തി എന്ന് നമ്മൾ സ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പുണ്യകരമായിട്ടുള്ള ഒരു ദർശനമാണ് എനിക്കിന്നിവിടെ ലഭിച്ചത്. ശബരിമലയിൽ അയ്യപ്പ സ്വാമിയുടെ പിതൃസ്ഥാനീയനായിട്ടാണ് പോകാൻ പോകുന്നത്. നമ്മുടെ ആചാരപരമായ കാര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ ശബരിമലയിൽ എന്നും നിലനിർത്തുക. അതിൻ്റെ ഭാഗമായിട്ട് 2018 മുതൽ നമ്മൾ ഭക്തജനങ്ങളെല്ലാം ഒരുമിച്ച് സനാതന ധർമ്മരക്ഷയ്ക്കായിട്ടും എല്ലാം മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. അന്ന് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ദൈവനിയോഗം, ഭഗവത് നിയോഗമായിട്ടാണ് ഞാൻ ഈ രാജപ്രതിനിധി സ്ഥാനം കാണുന്നത്. എന്തായാലും ശബരിമലയിൽ പന്തളത്ത് നിന്ന് ജനുവരി 12-ാം തീയതി പോയി 23-ാം തീയതിയാണ് തിരിച്ച് പന്തളത്ത് തിരുവാഭരണവുമായി എത്തുന്നത്. കാൽനടയായി 90 കിലോമീറ്ററോളം 2.5 ദിവസം കൊണ്ട് സഞ്ചരിച്ചാണ് അവിടെ എത്തുന്നത്. അവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്ത് ശബരിമല നടപൂട്ടി ഭഗവാനുമായിട്ട് നേരിട്ടുള്ള ഒരു സംവേദനത്തിന് അവസരവും രാജപ്രതിനിധിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും ദുഃഖങ്ങൾ മാറ്റുവാനുള്ളതാണ് എൻ്റെ മനസ്സിൽ ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനം നടപൂട്ടി 18-ാം പടി ഇറങ്ങി 18-ാം പടി അടച്ച് ഭഗവാന്റെ അനുഗ്രഹവുമായി പന്തളത്തെത്തുമ്പോൾ അതൊരു ജന്മസുഹൃത്തത്തിൻ്റെ ഒരു പരിസമാപ്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും ധന്യമായ ഒരു നിമിഷത്തിലാണ് ഞാൻ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അസുലഭം അല്ലെങ്കിൽ ധന്യമായ ഒരു നിമിഷത്തിനാണ് ഞാനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഈ വർഷത്തെ ശബരിമല സീസണിൽ എനിക്ക് ജ്യേഷ്ഠതുല്യനെന്നോ അല്ലെങ്കിൽ എനിക്ക് ഗുരുതുല്യനെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പിതൃതുല്യനെന്നോ പറയാവുന്ന ഒരാളുടെ കൂടെ അദ്ദേഹം നേതൃത്വം വഹിക്കുന്ന ഈ ശബരിമല മണ്ഡല മകരവിളക്കിന് ഒപ്പം ചേർന്ന് പോകാൻ കഴിയുക എന്ന് തന്നെ പറയുന്നത് ഒരുപക്ഷെ ഈ പുതിയടത്ത് ശ്രീകൃഷ്ണസ്വാമിയുടെ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ ചെറ്റിയുളങ്ങര അമ്മയുടെയൊക്കെ ഭാഗ്യം, അമ്മയൊക്കെ തന്ന ഭാഗ്യമാണ്. പിന്നെ ആദരണീയനായ തമ്പുരാൻ പറഞ്ഞതിൻ്റെ കൂട്ട് എൻ്റെ ജ്യേഷ്ഠതുല്യനെ പോലെ ഞാൻ കാണുന്ന അശ്വിനി ദേവ് ഞങ്ങൾക്കൊക്കെ എന്നും ഒരു ഗുരുസ്ഥാനീയനായിരുന്നു. ആ അശ്വിനി ദേവ് ഒക്കെ ഒരുപാട് തവണ ശരണം വിളിച്ച ഈ പുതിയടത്ത് ശ്രീകൃഷ്ണസ്വാമിയുടെ തിരുനടയിൽ ആദരണീയനായ നാരായണവർമ്മ തമ്പുരാനോടൊപ്പം ചേർന്ന് നിന്ന് ഈ ഒരു ഇത്രയും വലിയ ആദരവിന് ഞങ്ങൾക്കും ഒരു അവസരം തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. CDNet ന്യൂസ്, കായംകുളം.